അഞ്ചർക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ പോലീസിനുണ്ടായ ഗുരുതര വീഴ്ചയിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. പ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിക്കുകയും നിയമ നടപടികളിൽ വീഴ്ച വരുത്തുകയും ചെയ്ത ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിലെ എന്തുകൊണ്ട് ഈ പോലീസിനെ ഇതുവരെ സസ്പെൻഡ് ചെയ്യാത്തതെന്ന് ഹൈക്കോടതി നേരിട്ട് ചോദ്യമുന്നയിച്ചു. കേസിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രാഥമിക നടപടികൾ കൃത്യമായി നടപ്പാക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സർക്കാർ ചെയ്യാനുള്ളത് സർക്കാർ തന്നെ ചെയ്യണം എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഹൈക്കോടതി ഭരണ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഉന്നത സ്വാധീനമുള്ള പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് തണലൊരുക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്ക് ബലമേകുന്നതാണ് കോടതിയുടെ ഈ കടുത്ത നിലപാട്. കേസിലെ പ്രതിക്ക് നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല പോലീസ് അന്വേഷണം നടത്തേണ്ടതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ഇനിയും അന്യം നിന്ന് പോയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച കോടതി അന്വേഷണത്തിലെ വീഴ്ചകളിൽ പോലീസിനെ രൂക്ഷമായി കടന്നാക്രമിക്കുകയും ചെയ്തു. പ്രതിയായ ഡോക്ടർ റാമിനെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും പോലീസ് നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ വൻ രാഷ്ട്രീയ നിയമവിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. വിവാദം കനക്കുകയും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുകയും ചെയ്തതോടെ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി തലയുരാൻ ശ്രമിക്കുകയാണെന്ന വിമർശനവും ശക്തമായി. നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ പൂർണ്ണമായും മാറ്റിയാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. SP മോഹനചന്ദ്രനാണ് കേസിന്റെ പുതിയ അന്വേഷണ ചുമതല. മുൻ അന്വേഷണ സംഘം വരുത്തിവെച്ച വലിയ വീഴ്ചകൾ പരിഹരിക്കാനും നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് പുതിയ നേതൃത്വത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റ് നടപടികളിൽ നടന്നത് സമാനതകളില്ലാത്ത നിയമലംഘനമാണെന്ന് തെളിയുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതിയായ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ ഉത്തരവ് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് മുൻപ് കോടതി വിട്ടയച്ച പ്രതിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. കോടതി ഉത്തരവ് ലംഘിച്ചുള്ള ഈ അനധികൃത അറസ്റ്റിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ഉറപ്പായതോടെ പ്രതിയെ സ്വന്തം ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കാൻ പോലീസ് നിർബന്ധിതരാകുന്ന നാണം കെട്ട അവസ്ഥയും ഉണ്ടായി. കോടതി നിർദ്ദേശങ്ങളെയും നിയമവ്യവസ്ഥകളെയും തകിടം മറിച്ചുള്ള പോലീസിന്റെ ഇത്തരം തിടുക്കപ്പെട്ട നീക്കങ്ങൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ലംഘിക്കപ്പെട്ടുവെന്ന് വ്യക്തമായ കേസിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വൻ നിയമലംഘനങ്ങൾ അരങ്ങേറിയത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ചകൾ നിസ്സാരമായി കാണാനാകില്ലെന്നാണ് കോടതിയുടെ നിലപാട്. ദളിത് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടന്നിരുന്നതായി ബന്ധുക്കളും ആരോപിച്ചിരുന്നു. കോളേജിനുള്ളിലെ മാനസിക പീഡനങ്ങളും അവഗണനകളുമാണ് നിതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നിരിക്കെ കുറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യം കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹൈക്കോടതിയിൽ തുടർച്ചയായി കടുത്ത ഇടപെടലും ചോദ്യം ചെയ്യലും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ നിർബന്ധിതരാകുമെന്നാണ് നിയമ വിദഗ്ധർ വിലയിരുത്തുന്നത്.